പുതുപുത്തൻ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമസ്കാരം. സുഖമാണോ എല്ലാവർക്കും? ഇന്ന് ഞാന് നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ ചില അവയവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ചില അവയവങ്ങളെ വളരെ വൈകാരികമായി തീവ്രമായി ദേഷ്യം വരുന്ന രീതിയിൽ വിളിച്ച് പലരും അപമാനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ മാത്രം വിളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വിളിക്കേണ്ടുന്ന ഒരു സംഭവമാണ്, ഒരു ഒരു സംഗതിയാണ് അതെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. അത് വളരെ തെറ്റായ ധാരണയാണ്. ആ ധാരണകളൊക്കെ മാറ്റണം കേട്ടോ. കാലം മാറി. നമ്മൾ പഴയ പഴയ ചിന്തകളൊക്കെ മാറേണ്ടിയിരിക്കുന്നു. അപ്പൊ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാല്, നമ്മുടെ ശരീരത്തില്, അതായത് യോനി ലിംഗം, അതിന് ഒരു നാടൻ ഭാഷാ പ്രയോഗമുണ്ട്. അതായത് കൂറ്, കൂതി, കുണ്ണ, ആ ഭാഷാ പ്രയോഗം. അപ്പൊ നമ്മൾ വൈകാരികമായിട്ട് ആരെങ്കിലും ദേഷ്യം ഉണ്ടാകുമ്പോൾ, വഴക്കുണ്ടാകുമ്പോൾ എപ്പോഴും ഈ ഭാഷയാണ്, അതായത് ഈ അവയവങ്ങളെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ദേഷ്യം തീർക്കുന്നത്. ഇതിനെ പിൻപറ്റി അല്ലെങ്കിൽ ഇതിനെ കൂട്ടുപിടിച്ചാണ് പലരും ദേഷ്യം തീർക്കുന്നത്. സത്യം പറഞ്ഞാൽ വളരെ പാവമാണ് ഈ അവയവങ്ങള്. വളരെ നിഷ്കളങ്കമായ ഈ അവയവങ്ങളെ എന്തിനാണ് ഇങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ വിളിച്ച് ആക്ഷേപിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. എന്റെ മാത്രമല്ല, മറ്റു പലരും ചോദ്യം. പലർക്കും ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അറിയാവുന്ന കാര്യങ്ങള് പലർക്കും അറിയാം, എന്നാൽ പലരും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എന്നാൽ ചർച്ച ചെയ്യുന്നുണ്ട്. മിക്കവർക്കും അറിയാം, മിക്കവർക്കും അറിയാത്തവരും ഉണ്ട്. ഞാൻ പറയുന്നത്, ഇത്തരം ഈ ഭാഷകൾ, അതായത് ഞാൻ പറഞ്ഞ കൂറ്, കുണ്ണ, കൂതി, ഇത്തരം അത് തെറി മീൻസ് ദേഷ്യം വരുമ്പോൾ എടുത്തുപയോഗിക്കേണ്ട ഒരു പദങ്ങൾ അല്ലെങ്കിൽ ഒരു അവയവമല്ല ഇത്. നമ്മൾ ദേഷ്യം വരുമ്പോൾ എന്തുകൊണ്ട് പൊടി കണ്ണെ അല്ലെങ്കിൽ പോട കണ്ണെ, പോട മൂക്കെ, നാക്കെ, ചെവി, കാലെ, കയ്യെ എന്ന് പറയുന്നില്ല? ഈ അവയവങ്ങളെ മാത്രം, ഇത് മനുഷ്യ ശരീരത്തിലെ ഇതിനെ മാത്രം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതെന്ന് വെച്ചാല് ഒരു ചിലർക്ക് അത് കിട്ടാക്കണിയാ. പക്ഷെ പിന്നെ അതിനെ ഒന്നുമല്ല അല്ലെങ്കിൽ അതിനെ നന്നായിട്ട് ബഹുമാനി എന്ത് ഇപ്പൊ ഒന്നും വരുന്നില്ലല്ലോ, അത് തന്നെ. അങ്ങനെയുള്ളവർ ഒരിക്കലും ഇതിനെ വിളിച്ചിങ്ങനെ ആക്ഷേപിക്കത്തില്ല. അത് കിട്ടാത്ത മുതലിനെയാണ്, കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ആക്ഷേപിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, അതുകൊണ്ട് നമ്മൾ വഴക്കുണ്ടാകുന്ന സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ ഇതിനെ ചൊല്ലി ഒരു വഴക്കുണ്ടാകുകയോ അടിവെക്കുകയോ ചെയ്യില്ല. പലയിടത്തും ഇങ്ങനെ വഴക്കുണ്ടാകുകയോ അടിവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലയിടത്തും ഞാൻ കാണുന്നുണ്ട് ഇതിനെ ചൊല്ലി അല്ലെങ്കിൽ ഇത്തരം ഭാഷ ഉപയോഗിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുകയും മിണ്ടാണ്ടിരിക്കുകയും, എന്തിന് കൊലപാതകങ്ങൾ തന്നെ നടത്തുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം അനിവാര്യമാണ്. അതുപോലെ കുട്ടികളോടൊക്കെ ഇതൊരു തെറിപ്പദമായിട്ട് ദേഷ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു സംഭവമല്ല ഇത്. കാലെ, കയ്യെ, മൂക്ക് അതൊന്നും പറയാതെ ഈ പൂറ്, കുണ്ണ എന്താ, അതൊന്നും സത്യം പറഞ്ഞാൽ തെറിയല്ല. ഇത് ശരീരത്തിന്റെ ഒരു അവയവത്തിന്റെ പേരാണ്.